പ്രകമ്പനം നെഞ്ചിനുള്ളിൽ. അതിനെന്തിനാ കരയണേ? അതറിയില്ല മതി. കരിയല്ല അമ്മ, സന്തോഷം കൊണ്ടാ. അമ്മയുടെ ഈ സന്തോഷ കണ്ടതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? അതെ, ഇന്ന് ഞങ്ങളുടെ തറവാട്ടിൽ ഒരു മയിൽപ്പീലി പിറന്നു. ഹേ, മയിൽപ്പീലിയോ? ഇന്ന് ഞങ്ങൾ പോകുന്നത് ആ മയിൽപ്പീലി കുഞ്ഞിനെ കാണാനാണ്. ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ പോകുന്നത് ആരാന്നറിയോ? ദേ, അമ്മയാണ്. അതാണ് ആ ഒരു സന്തോഷം നമ്മൾ നേരത്തെ കണ്ടത്. ഇതെൻ്റെ വല്യച്ഛൻ്റെ മോളാണ്, തറവാട്ടിലെ ഏറ്റവും മൂത്ത പേരക്കുട്ടി. പണ്ട് നമ്മൾ ഈ പുസ്തകത്താളിൽ മയിൽപ്പീലിയൊക്കെ വെക്കാറില്ലേ, ആകാശം കാണാതെ? അതുപോലെ ചേച്ചി ഒരുപാട് പുസ്തകത്താളുകളിൽ ആരും കാണാതെ ഒരുപാട് കവിതകൾ വെച്ചിരുന്നു. ആ കവിതകളൊക്കെ ഇന്ന് പെറ്റുപെരുകി ഇന്നൊരു പുസ്തകമാക്കിയിരിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നത് അമ്മയാണ്. കാരണം ചേച്ചി എഴുതുന്ന കാലം തൊട്ടേ അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അമ്മ. അതുകൊണ്ടായിരിക്കാം ചേച്ചി അമ്മയെ തന്നെ സെലക്ട് ചെയ്തത്. അങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങി. നല്ല മഴയായിരുന്നു. ചേച്ചിയുടെ പുസ്തകത്തെ വരവേൽക്കാൻ നിൽക്കുന്ന പോലെ. അങ്ങനെ നമ്മുടെ പ്രായഭേദമന്യേ കുഞ്ഞുങ്ങളും അപ്പൂപ്പന്മാരും എല്ലാവരും പ്രോഗ്രാമിലുണ്ടായിരുന്നു. നമ്മളുടെ എല്ലാവരും ആശംസകൾ അറിയിച്ചു. സത്യത്തിൽ ചേച്ചിയുടെ ബുക്ക് എൻ്റെ കൈ കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി. ചേച്ചിയുടെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനുശേഷം നമ്മളുടെ മെയിൻ ഗസ്റ്റ് PK ഗോപി സാറാണ്. സാറിനെ കുറിച്ച് എനിക്കധികം അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, താരാപദം, താനേ പൂവിട്ട മോഹം, ചീരപ്പൂവുകൾക്ക് ഉമ്മ കൊടുക്കുന്ന, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ കവിതകൾ കേൾക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമായി. ശരിക്കും ഈ എഴുത്തുകാർ ഒരുമിച്ച് കൂടുമ്പം അവരെ കേൾക്കാൻ തന്നെ നല്ല രസമാണ്. നമ്മളെ ഒരു മായിക ലോകത്ത് എത്തിക്കാനുള്ളൊരു കഴിവ് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അമ്മ ഇതാ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. രജനിയുടെ ഈ പുതിയാക്ഷരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷവും ആത്മഹർഷവും അനുഭവിക്കുകയാണ്. വാക്കുകൾക്കും വരികൾക്കും അപ്പുറം സ്നേഹത്തിന് ചേർത്ത് പിടിക്കലുകൊണ്ട് എന്നും എന്നെ സമ്പന്നയാക്കിയ എൻ്റെ ശൈലേജി. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞങ്ങളുടെ ചെറിയ എഴുത്തുകൾക്ക് പോലും അമ്മ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അമ്മമാർ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ശേഷം എല്ലാവരും വന്നു, സംസാരിച്ചു, ഫോട്ടോയൊക്കെ എടുത്ത്. അവിടെ വന്ന ആളുകളെ കാണുമ്പോൾ നമുക്കറിയാം ആ നാടിന് ചേച്ചിയെ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത്. അങ്ങനെ ഇതാ ചേച്ചിയുടെ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങാൻ വേണ്ടി എല്ലാവരും ക്യൂ ആണ്. അങ്ങനെ എല്ലാവരെയും കണ്ടു. ഞാനും ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കണ്ടോ, ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും സ്നേഹം. ഡാഡിയും ഇതുപോലെ ഒരുപാട് സപ്പോർട്ടാട്ടോ ചേച്ചിക്ക്. ചേച്ചീനെ പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത ആളാണ് ഡാഡി. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.